نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ഒരു ഉത്തമ സമുദായത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നിലപാടുകളിൽ മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൃത്യവും വ്യക്തവുമായി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും ജീവിതാന്ത്യം വരെ ഈ സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമേ ഉപദേശിക്കുന്നു. ഞാനൊരു വെച്ചായത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നിന്ന് 143 നിങ്ങളെ നാം ഒരു മധ്യമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസ്. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാവാൻ, നിങ്ങളെ കണ്ടിട്ട് ആളുകൾക്ക് മനസ്സിലാക്കണം, എടുത്തുചാട്ടമില്ലാത്ത പക്വതയുള്ള, വിവേകപൂർവം ചിന്തിക്കുന്ന, കുറ്റാലോചനയുള്ള, അവധാനതയുള്ള ഒരു കൂട്ടം ആളുകളുടെ പേരാണ് മുസ്ലിമീങ്ങളെന്ന് എന്നവർക്ക് ബോധ്യപ്പെടണം. അതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കൊരു മാതൃകയും സാക്ഷിയുമാണ്. ആ പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹം വരച്ചിട്ട വഴികളിലൂടെ മാത്രമേ നിങ്ങൾ പോകാവൂ. ഒരു ഉത്തമ സമുദായമായി മാറാൻ എന്തൊക്കെ വേണം എന്നതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ 23 കൊല്ലക്കാലം നിങ്ങളോടൊപ്പം നടന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ആ പാതകളാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. ആ ആയത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ എങ്ങനെയാണ് ഈ വസ്തുയത്ത് രൂപപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ഉദാഹരണം പറയുന്നുണ്ട് അവിടെ. وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه. ഈ വസ്തുയത്ത് മധ്യമമായ നിലപാടിലാണ് ഈ മധ്യമ സ്വഭാവം ഉണ്ടാകേണ്ടത്. ഓരോ വിഷയം വരുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാടെന്ത് എന്നിടത്ത് ഈ വസ്തുയത്ത് നിൽക്കാൻ നമുക്കാവണം. പലപ്പോഴും അങ്ങനെ സാധിക്കാതെ പോകുന്നത് മുസ്ലിം ഉമ്മത്തിന് വലിയ വിനയായി മാറുന്നു. അതുകൊണ്ട് ഈ ആയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചില സംഗതികൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. പ്രവാചകരെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മസ്ജിദുൽ ഹറാമിനകത്തുള്ള കഅബാലയത്തിലേക്ക് നിങ്ങൾ നമസ്കാരത്തിൽ തിരിഞ്ഞു നിൽക്കണം എന്നവർ ഓർഡർ ഇടാൻ കാരണം, ഒരു കൽപ്പന വരാൻ കാരണം മറ്റൊന്നുമല്ല, ലിനഅലം മൻ യത്തബിഉർ റസൂൽ മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. താങ്കളുടെ കൽപ്പനകളെ അഥവാ അള്ളാഹുവിന്റെ നിയമങ്ങളെ താങ്കൾ അവരിലൂടെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ താങ്കളിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നിയമങ്ങളെ പിൻപറ്റുന്നവരും പിന്മാറിപ്പോകുന്നവരും
ആരെന്ന് നമുക്ക് കൃത്യമായി അറിയണം. പിൻപറ്റുന്നവരാര്, പിന്മാറിപ്പോകുന്നവരാര്, ഈ രണ്ട് ടീമിനെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അളന്നെടുക്കുന്നുണ്ട് ഓരോ ഘട്ടങ്ങളിലും. ഇവിടെയാണ് ഉമ്മത്തുൻ വസത്ത് എന്നതിനെ നമ്മൾ കൃത്യമായി പഠിക്കേണ്ടത്. ഇവിടെ ഇതൊരു ഒരു നിലപാട് ഉറപ്പിക്കാൻ നിങ്ങൾക്കാവുമോ എന്നാണ് അന്ന് ചോദിക്കുന്നത്. ബദറിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയുള്ള അതിശക്തമായ ഒരു സ്ട്രാറ്റജി ഏറ്റെടുക്കണം ഇവർ. അങ്ങനെ ഏറ്റെടുക്കാൻ ഇവർ പ്രാപ്തരാണോ എന്ന് അല്ലാഹു അവിടെ ഒരു ടെസ്റ്റ് ഡോസ് നടത്തുകയാണ്. ഈ ടെസ്റ്റ് ഡോസുകൾ, ഈ നിലപാടളക്കലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിലായി വിശ്വാസികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ എത്ര തവണ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി ആ സഹാബത്തിനെ വിളിച്ച് ഇതുപോലെ പള്ളിയിൽ ഇരുത്തിയിട്ട് അവരോട് ചോദിക്കും, അശീറു അലയ്യ അയ്യുഹന്നാസ്, പറയും നിങ്ങൾ അവിടെ നിൽക്കുന്നു, എന്താണ് നിങ്ങളുടെ നിലപാട്, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്, അതാണല്ലോ നിങ്ങളുടെ നിലപാടാണല്ലോ ഈ പറയുക, അത് പറയും നമുക്ക്, എന്നിട്ട് അതിൽ ശരിയായ ഒരു നിലപാടിലേക്ക് എല്ലാവർക്കും കൂടി എത്താം. അതിന്റെ പേരാണ് മുഷാവറ എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ഉമ്മത്തിന്, ഒരു ടീം വർക്കിനകത്ത് എല്ലാവരും കൂടി എടുക്കുന്ന ഒരു നിലപാടുണ്ടാകും. ആ നിലപാട് അഭിപ്രായം തെറ്റിച്ച് പറഞ്ഞവനും എതിർത്ത് പറഞ്ഞവനും ശക്തമായി എതിർത്ത് പറഞ്ഞവർക്കൊക്കെയും പിന്നീട് ആ നിലപാടാണ് ഉണ്ടാകേണ്ടത്. അവരുടെ കാര്യങ്ങൾ അങ്ങനെയാണ് ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുക എന്നത്. നമ്മൾ മദീനയിൽ പോകുമ്പോൾ സന്ദർശിക്കുന്ന ഒരു പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. നിങ്ങൾ നോക്കൂ, സഹാബത്ത് എങ്ങനെയാണ് ഈ നിലപാട് അറിയിച്ചത് എന്നതിന്റെ ഉദാഹരണമാണ് ആ പള്ളി. അതുകൊണ്ട് അത് പോയി കാണാനുള്ള നമുക്കൊരു ഊറ്റം ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് പുണ്യമൊന്നും ആ പള്ളിയിൽ വേറെയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സഹാബികൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ പുറത്തു നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു, ഇങ്ങനെ ഒരായത്തുണ്ട്, ഇനി മുതൽ തിരിഞ്ഞു നിൽക്കേണ്ടത് മസ്ജിദുൽ അഖ്സയിലേക്കല്ല, ബൈത്തുൽ മുഖദ്ദസിലേക്കല്ല, നിങ്ങൾ ഇനി തിരിയേണ്ടത് മക്കയിലുള്ള കഅബാലയത്തിലേക്കാണ്. നേരെ ബൗട്ടനടിച്ച് ആ നമസ്കാരം അവർ പൂർത്തിയാക്കുന്നു. നമ്മൾ ആ പള്ളിയിൽ ആദ്യം തിരിഞ്ഞു നിന്ന ഖിബ്ല ഇങ്ങനെയായിരുന്നു, ഇപ്പോഴുള്ള മിഹ്റാബ് അതാണ് എന്ന് രണ്ടും വരച്ചിട്ട് ഇങ്ങനെ കാണുന്നു. ഈ നിലക്ക് പ്രവാചകരെ താങ്കളെ പിൻപറ്റുന്നവരുണ്ട് താങ്കളുടെ കൂട്ടത്തിൽ, എന്നാൽ അതിൽ മുറുമുറുപ്പുള്ളവരുമുണ്ട്. ഈ മുറുമുറുപ്പുകാരെ തിരിച്ചറിയണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആ വിഷയത്തിന്റെ ഒരു പോയിന്റ്. നമ്മളോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതമ്പുരാനെ, നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം. നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. മഅ്ലൂബ് ആവരുത്. മഅ്ലൂബ് എന്ന് പറഞ്ഞാൽ ആരാ? സത്യം അറിഞ്ഞിട്ടും ആ സത്യത്തെ പിൻപറ്റാതെ ഗർവ് നടിച്ച് മാറി നിൽക്കുന്നവരാണ് മഅ്ലൂബ്. സത്യം എന്താണെന്ന് പഠിക്കാതെ ലലാലത്തിലേക്ക് പോയവരാണ് ലാല്. ഇത് രണ്ടിലും ഞങ്ങൾ പെട്ടുകൂടാ. ഇത് രണ്ടിലും നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ഓരോരോ മധ്യമ നിലപാടിലൂടെ കാര്യങ്ങളൊക്കെ പഠിച്ചറിഞ്ഞ് നിലപാടുറപ്പിച്ച് അതിന്റെ കൂടെ നിന്ന് പോകുന്ന ഒരു ടീമിന്റെ അകത്ത് നീ ഞങ്ങളെ നിലനിർത്തണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിൽ ജീവിക്കുമ്പോഴുള്ള മറ്റൊരു നിലപാട്. ആ നിലപാട് കൃത്യമായി ദുനിയാവിനോട് വിരക്തി കാണിക്കാതെ ദുനിയാവിനോടുള്ള കാര്യങ്ങളോട് അടുക്കാവുന്നിടത്തോളം അടുക്കുകയും സമ്പാദിക്കാവുന്നിടത്തോളം സമ്പാദിക്കുകയും അനുഭവിക്കാവുന്നിടത്തോളം അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് തെറ്റായ രൂപത്തിലേക്ക് പോവാതെ ഇങ്ങനെ നോക്കുന്നൊരവസ്ഥയുണ്ട്. അഹ്ലു കിതാബിനോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും മതത്തിന്റെ കാര്യത്തിൽ ഒലുവ് കാണിക്കരുത്. ഈ വസ്തുയത്തിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് ഓവറായി പോകുന്ന പശ്ചാത്തലം ഉണ്ടാവരുത്. അതാണ് ഈ ഒലുവ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തിന് രണ്ടാമത് ഒരു ശക്തമായ ഈ നിലപാട് അളന്നൊരു സമയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് അത് ഹുദൈബിയ സന്ധിയാണ്. ഹുദൈബിയ സന്ധിയിലേക്ക് 1400 സഹോദരങ്ങൾ പോകുന്നത്, സഹാബത്ത് പ്രവാചകനോടൊപ്പം പോകുന്നത് തൊട്ടു മുമ്പ് ഒരു ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്ന സംഭവം നടന്നിട്ടാണ് ഹുദൈബിയ സന്ധി അതിന്റെ ബേക്കിലുണ്ടാകുന്നത്. ബൈഅത്തുർ റിദ്വാൻ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഒരു ദൂതനായി മക്കയിലേക്ക് പോയിരുന്നു.
ഉസ്മാൻ ദൂതന്മാരെ വധിക്കാൻ പാടില്ല ജാഹിലിയ്യത്തിലെ നിയമമാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വധിക്കപ്പെട്ടു എന്നൊരു കിംവദന്തിയാണ് ഇവരുടെ ടെന്റിലെത്തിയത്. അവിടെ 1400 ആളുകൾ പ്രവാചകന്റെ കരം ഗ്രഹിച്ച് മറ്റുള്ളവരുടെ കൈകൾ ഇങ്ങനെ കോർത്തു കെട്ടി ഒരു ചങ്ങലയായി നിന്ന് എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വാളിന് വിഷമിക്കുകയില്ല, ആ ഖൗമിനോട് പകരം ചോദിക്കാതെ എന്ന അതിശക്തമായ ഒരു കരാർ. ആ കരാറെടുക്കുമ്പോ അവരിങ്ങനെ സ്നേഹത്തിന്റെ കാഞ്ചന ശൃംഖലകൾ കൊണ്ട് മനസ്സുകൾ ഇങ്ങനെ കൂട്ടി ബന്ധിച്ച വല്ലാത്തൊരു സ്നേഹവലയമായിരുന്നു. ആണ് അല്ല പറഞ്ഞു, ആ മരത്തിന്റെ ചോട്ടിൽ പ്രവാചകനെ അങ്ങയുടെ കരം ഗ്രഹിച്ച് പ്രതിജ്ഞെടുത്ത ആളുകളുണ്ടല്ലോ, എനിക്ക് വല്ലാത്ത തൃപ്തി വന്നിരിക്കുന്നവരോട് നിങ്ങളുടെ നെഞ്ചകത്തുള്ള ആ സമയത്തെ ഒരു നിലപാടുണ്ടല്ലോ, അതിനാണ് പ്രശ്നമാർക്കിട്ടത്. അതേ ആളുകൾ ഒരു കരാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ അയാൾ എതിർത്തു. അപ്പുറത്തുള്ളയാൾ ബിസ്മിക അല്ലാഹുമ്മ എഴുതാൻ പറഞ്ഞു. അപ്പോൾ തന്നെ പല്ലുറുമാൻ തുടങ്ങി. മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി എന്ന രണ്ടാമത്തെ വരിയിൽ നിന്ന് റസൂൽ വെട്ടാൻ ആവശ്യപ്പെട്ടു. മിൻ മുഹമ്മദിൻ ഇബ്നു അബ്ദുല്ലാഹ് എന്ന് എഴുതാൻ പറഞ്ഞപ്പോ അവിടെയും പല്ലുറുമ്പൽ ശക്തമായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇരുന്ന ഓരോ വരിയിലും ഇവർ അനർത്ഥങ്ങൾ വായിച്ചെടുത്തു. 19 കൊല്ലക്കാലം പ്രവാചകനെ ചോദ്യം ചെയ്യാതെ അനുസരിച്ച ആ ഖൗമ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലിയെടുക്കൂ ഒഴിയെടുക്കൂ എന്ന് പറഞ്ഞപ്പോ വാക്കണ്ട് നോ പറഞ്ഞില്ലെങ്കിലും അവർ അത് ചെയ്തില്ലല്ലോ. അതിന് മാത്രം അവരുടെ ആ സമയത്ത് ഒരു ഖൗമി സ്പിരിറ്റ് തളച്ചു നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കോപം കൊണ്ട് ഇങ്ങനെ കണ്ണു കാണാത്ത അവസ്ഥയിൽ പ്രവാചകരുടെ അടുത്ത് കയറിച്ചു. പ്രവാചകരെ വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം നമ്മൾ സത്യത്തിലും അവർ അസത്യത്തിലും തന്നെയാണോ നബിയെ? അങ്ങനെയല്ലേ? ഒരു സംഘടനത്തിൽ നമ്മൾ മരിച്ചാൽ സ്വർഗത്തിലും അവർ മരിച്ചാൽ നരകത്തിലുമാണെന്നാണ് താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചത്. ശരിയാണോ? ബലായ ഉമർ, അതെ. പിന്നെ എന്തിന് എന്തിനാണ് നമ്മൾ ഈ മാനക്കെട് പോരുന്നത് നബിയെ? എന്തിന്? ഈ കരാറിൽ നിന്ന് നമുക്ക് പിന്മാറാം. അവിടെ റജാക്കാർത്ഥം അതാണ്. ഈ കരാറിൽ നിന്ന് നമുക്ക് പിന്നാക്കം പോവാം. റസൂലുള്ളാഹി പറഞ്ഞത് വളരെ കുറച്ച് ഗൗരവത്തിൽ കടുപ്പിച്ച്, ഇബ്നുൽ ഖത്താബിന്റെ മകനെ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതനാണ്. ഫലയുളയ്യനല്ലാഹു അബദ, എന്നെ ഒരിക്കലും അല്ലാഹു മാനപ്പെടുത്തൂല, എന്നെ ഒരിക്കലും അല്ലാഹു തോൽപ്പിക്കൂല, എന്നെ ഒരിക്കലും സങ്കടപ്പെടുത്തൂല. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ എന്ന് വിശ്വസിക്കുക. ഉമർ ശാന്തനായില്ല. തൊട്ടപ്പുറം മാറിയിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ചെന്നു ഇതേ വൈകാരിക ഭാവത്തിൽ ഉമർ ഇതേ ചോദ്യം, ഇതേ ഉത്തരം അബൂബക്കർ പറഞ്ഞു. ഉമർ, അത് അള്ളാന്റെ നബിയാണ് കേട്ടോ. ആ നബിയെ, റസൂലിനെ അള്ളാഹു മാനം കെടുത്തൂല. ഉമർ അടങ്ങ്. പക്ഷെ ഉമർ അടങ്ങിയില്ല. ഉമർ ഇറങ്ങിപ്പോവുകയാണ് ശരിക്കും ഉണ്ടായത്. അവിടുന്ന് അങ്ങോട്ട് മാറിപ്പോവാണ് ഉണ്ടായത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രതിസന്ധി തരണം ചെയ്ത് ഇവർ തിരിച്ചു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. ഉമറിനോട് അബൂബക്കർ സിദ്ദീഖിനോട് പറയുമ്പോൾ റളിയല്ലാഹു തആല അൻഹുമ അവരോട് പറയുമ്പോൾ നമുക്ക് തിരിച്ചു പോവാം, ഈ കരാറിൽ നിന്ന്, ഈ ഉടമ്പടിയിൽ നിന്ന് തിരിഞ്ഞു പോവാം, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിൽ തീരുമാനമുണ്ടാക്കട്ടെ. തിരിച്ചു പോകുമ്പോൾ അള്ളാഹു തീരുമാനം പറഞ്ഞു, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. ഈ ആയത്തിറങ്ങിയപ്പം വല്ലാത്ത സന്തോഷം പ്രകടിപ്പിച്ചു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഖൗമ് 19 കൊല്ലക്കാലം ചോദ്യം ചെയ്യാതെ അനുസരിച്ചിരുന്ന ഒരു ഖൗമ് പ്രവാചകന്റെ മുമ്പിൽ ആദ്യമായി വൈകാരികമായി വൈകാരികമായി നിന്നു. ഒരു നിലപാടെടുക്കാൻ സാധിക്കാതെ അവർ കുഴങ്ങി.
ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരാൾ ഇറങ്ങിപ്പോയി. ആരുണ്ട് ഉമറിനെ കണ്ടുപിടിച്ച് ഈ ആയത്ത് ഓതി കൊടുക്കാൻ റസൂലുള്ളാഹി ചോദിച്ചത്. ഉമറിനെ തേടിപ്പോയവർ ഉമറിന് ഈ ആയത്ത് ഓതി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉമർ തിരിച്ചു വന്നു. എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ് അവ ഫത്ഹുൻ ഹുവ, ഈ എഴുതിയുണ്ടാക്കി ഈ കരാറിനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫത്ഹ് എന്ന് പറഞ്ഞത്? നഅം യാ ഉമർ. ഫത്വാബത്ത് നഫ്സു, ഉമർ അടങ്ങി എന്ന് മലയാളം. ഒരു വാക്കുകൂടി ഉണ്ട് അവിടെ, വറജ. ഉമർ തിരിച്ചു വന്നു. എങ്ങോട്ട് തിരിച്ചു വന്നു? ഉമർ ആ കരാറിന്റെ മൂഡിലേക്ക് തിരിച്ചു വന്നു. ആ കരാറിന്റെ എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വന്നു. ഉമർ ശാന്തനായി. അതാണ് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിൽ നമ്മളെ നിലപാടെടുക്കാൻ ചിലപ്പോ ഈ ഹാലടക്കം കൊണ്ട്, നമ്മുടെ വൈകാരികത കൊണ്ട് സാധിക്കാതെ പോകാറുണ്ട്. അങ്ങനെ സാധിക്കാതെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഈ സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൃത്യമായ നിലപാടെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന്, ഈ നിലപാടുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ. മതപരമായ വിഷയങ്ങളിൽ എന്താണ് അതിന് തസാമുഹ് എന്ന് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. ഇനി പ്രവാചകന്റെ സഹാബികൾ ഇതിനെ കൂപ്പിയടിച്ചതും നമ്മൾ പറഞ്ഞു. ഏത് ഹജ്ജിന് പോകുന്ന സമയങ്ങളിൽ മിനയിലെ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. 2, 2, 3, 2, 2 അങ്ങനെയാണ് നമസ്കരിക്കുന്നത്. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ അത് 4, 4 ആക്കി മാറ്റിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹും ശക്തമായി എതിർത്തു. അവരുടെ അനുയായികളും പിന്നിൽ നിന്നു, നിസ്കരിച്ചില്ല അക്കൂട്ടത്തിൽ. അങ്ങനെയായി പിന്നീട് ഇവർ സുൽഹിലേക്ക് എത്തുമ്പോണ്ടാവുന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദും കൂട്ടരും നമസ്കരിച്ചു. ഈ 4 തുടർന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അതിനെ അദ്ദേഹത്തോട് ചോദ്യം ചെയ്തു, എന്തായി നിലപാട്? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മുസ്ലിം സമുദായത്തിനകത്ത് ഖിലാഫ് എന്ന് പറയുന്നത് ഷർറാണ്. അതിനെ മാക്സിമം ഇല്ലാതാക്കാനും ശ്രമിക്കേണ്ടത്. മറ്റൊന്ന്, നിങ്ങൾ പരിസരത്ത് വായിക്കുന്നത് അറേബ്യൻ കൺട്രീസിൽ നിന്ന് വന്ന ഒരു സംഭവമാണ്. തറാവീഹ് റമദാൻ വരാൻ പോകുന്നു. തറാവീഹ് നമസ്കരിക്കുന്ന വിഷയത്തിൽ ഒരു പള്ളിയിൽ തർക്കമുണ്ടായി. ഒരു കൂട്ടർ പറഞ്ഞു 11, 8, 3, 11. മറ്റൊരു കൂട്ടർ പറഞ്ഞു 20, 3, 23. അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. ബഹളമായി ഒരു മഹാനായ ഒരു പണ്ഡിതന്റെ മുമ്പിൽ ഫത്വക്ക് ചെന്നു. 2 കൂട്ടരും ഒരുമിച്ച്, 2 കൂട്ടരും തങ്ങൾക്ക് പറയാനുള്ളത് ഷൂക്കോടെ പറഞ്ഞു. അവർക്കൊരു ഫത്വ കിട്ടി. എന്താ ഫത്വ എന്നറിയോ? നിങ്ങൾ ആ പള്ളി പൂട്ടുകയാണ് വേണ്ടത്. 2 കൂട്ടരും മാവലങ്ങാതെ നിന്നുപോയി. എന്ത് പറയണമെന്നറിയാതെ. കാരണം لأن وحدة المسلمين فرض وصلاة التراويح سنة. കൂട്ടരെ, മുസ്ലിമീങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നത് മതത്തിൽ ഫർളാണ്. നിങ്ങൾ ഈ തർക്കിക്കുന്ന തറാവീഹ് നമസ്കാരം സുന്നത്തുമാണ്. ഒരു സുന്നത്തിനാണോ നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, അതോ ഒരു ഫർളായ കാര്യത്തിനോ? പള്ളി പൂട്ടിക്കോളില്ല. അപ്പോഴാണ് അവർക്ക് ആ സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കി. ഇങ്ങനെ പറയുമ്പോഴേ ചിലർക്ക് ഗൗരവം മനസ്സിലാവും. ദഅവത്ത് എന്ന് പറയുന്നത് വലാ യസ്തവിൽ ഹസന വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ച് ഇന്നലെ വരെയുള്ള ശത്രുക്കളെ ഇന്നത്തെ മിത്രങ്ങളാക്കി മാറ്റുന്നതിന്റെ പേരാണ്. ഇന്നലെ വരെ ശത്രുവായിരുന്ന ഒരാൾ കാര്യം മനസ്സിലാകുമ്പോ നമ്മുടെ മിത്രമായി മാറുന്നതിന്റെ പേരാണ്. ശത്രുവിനെ നശിപ്പിക്കാൻ അല്ലാഹുവിന്റെ മതം പറഞ്ഞിട്ടില്ല, ശത്രുതയെ നശിപ്പിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആ ശത്രുത ഇല്ലാതെയായാൽ അവർ നമ്മളുടെ മിത്രമായി മാറും. ആ ഒരു പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് ഈ നിലപാടുണ്ടാകേണ്ടത്. ഞാൻ ഉമറിലേക്ക് തന്നെ വീണ്ടും വരട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആദർശത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടാത്ത മനുഷ്യൻ, സംഘബോധത്തിന്റെ വിഷയത്തിൽ തെല്ലും പിന്നിലല്ലാത്തയാൾ. പക്ഷേ അദ്ദേഹം നിലപാടെടുക്കാൻ സമയം അല്പം എടുക്കുന്നത് കാണുന്നു. നമ്മൾ നിലപാടെടുക്കാൻ അല്പം സമയം പിന്തിപ്പോകുന്നത് ആദർശത്തോടുള്ള സ്നേഹവും സംഘടനയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഹുദൈബിയ സന്ധിയിൽ പ്രവാചകനോട് കയർത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തത് കൊണ്ടല്ല, ആ നിൽക്കുന്ന 1400 ആളുകളോടും സ്നേഹമില്ലാത്തത് കൊണ്ടല്ല.
അവരുടെ പിൻഗാമികൾ, അവരുടെ ആളുകളായി മദീനയിലുള്ള ബാക്കിയുള്ള ആളുകളോട് ആയിരങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഒരു സംഗതി, ഇതെന്താണ്? ഇത് പ്രവാചകനാണ്, വഹി ലഭിക്കുന്ന ഒരു നബിയാണ്. ആ നബി വെറുതെ ഒന്നും തീരുമാനിക്കൂല. എന്നാ സമയത്ത് വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കൊണ്ടാണ് പ്രവാചകൻ മരിച്ചു കിടന്നപ്പോ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാണ് വാളൂരിയത്. അവിടെയും ഉമർ അടങ്ങുകയെന്ന് പറയാൻ അബൂബക്കർ വേണ്ടി വന്നു. അബൂബക്കർ മിമ്പറിൽ കയറി എന്നിട്ട് ആയത്തോതിയിട്ട് ആളുകളോട് പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണെന്നും ആരാണോ മുഹമ്മദിനെ ആരാധിച്ചത് ആ മുഹമ്മദ് മരിച്ചു പോയിരിക്കുന്നു. ആ ശബ്ദമാണ് ഉമറിൽ പിന്നീട് നിലപാടിലേക്ക് എത്തിച്ചത്. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. റസൂലുള്ളാഹി മരിച്ചു, പിന്നെ ബൈഅത്തു സഖീഫയുണ്ടായി, ഉസാമയുടെ വിഷയമുണ്ടായി, മാനിഉ സക്കാത്തിന്റെ വിഷയമുണ്ടായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, മുർത്തദുകളുടെ വിഷയമുണ്ടായി. അവരോടൊക്കെയും ശക്തമായ നിലപാടെടുത്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആ സന്ദർഭത്തിൽ ഇവരെ ഇതിനെതിരൊക്കെയും ശബ്ദമുണ്ടാക്കി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് പറയേണ്ടി വന്നു, നിർത്തണോ ഉമർ, റജൗതു നുസ്റതക്, എനിക്കാവശ്യം നിങ്ങളുടെ സഹായമാണ്. എപ്പോഴും തർക്കിക്കുകയോ, നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം നിൽക്കുകയോ? ജാഹിലിയ കാലഘട്ടത്തിലെ വീരശൂര പരാക്രമിയായ ഖത്താബിന്റെ മകൻ എന്താ ഇസ്ലാമിലെത്തിയപ്പം ഭീരുവായത്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനോഹരമായ ചോദ്യം. എങ്ങനെയാ ചോദ്യം മനോഹരമാണെന്ന് ഞാൻ പറയാൻ കാരണം, എന്തിനും ഏതിനും ഒച്ചപ്പാടുണ്ടാക്കുന്നത് ധീരതയല്ല. നമ്മൾ വിചാരാതാ അവനെങ്ങനെ ബഹളം വെക്കുന്നത് കൊണ്ടാണ് ഈ സംഗതികളൊക്കെ എങ്ങനെ പോകുന്നത് ആരും വിചാരിക്കരുത്. ബഹളം വെക്കലും ഒച്ചപ്പാടുണ്ടാക്കലും സംഗതികളുമൊക്കെ ധീരത്വമായിട്ടാണ് അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അതാണ് ശരിയും. ധീരത എന്ന് പറഞ്ഞാൽ നിലപാടെടുക്കേണ്ട ഒന്നാമത്തെ ദിവസം, ഒന്നാമത്തെ മണിക്കൂറിൽ, ഒന്നാമത്തെ മിനിറ്റിൽ, ഒന്നാമത്തെ സെക്കൻഡിൽ നിലപാടെടുക്കാൻ കഴിയുക എന്നതാണ്. ആ വിഷയത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ ഒരുപാട് സംഗതികൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ രോഗിയായി കിടക്കുമ്പോൾ ഞങ്ങൾ കാണാൻ ചെന്നപ്പോ അദ്ദേഹത്തോട് ഞങ്ങൾ ഉപദേശിക്കാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിളിപ്പിച്ചു, എന്നിട്ട് ഞങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്ത് എന്താണെന്നറിയോ? പൂർണ്ണമായി ഞങ്ങൾ അനുസരിച്ച് കൂടെ നിൽക്കും. പ്രവാചകരെ താങ്കൾ കേൾക്കുന്നതൊക്കെ പറയുന്നതൊക്കെ കേൾക്കും, അനുസരിക്കും എന്ന്. ഞങ്ങൾക്ക് നല്ല മൂടുമ്പോഴും അല്ലാത്തപ്പോഴും, ഞങ്ങൾ സന്തുഷ്ടരാകുമ്പോഴും അല്ലാത്തപ്പോഴും, ഞങ്ങൾക്കൽപ്പം ഞെരുക്കമുള്ള പ്രയാസപ്പെട്ട് ഞങ്ങൾ ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ കൂടെ നിൽക്കും. ഞങ്ങളുടെ മനസ്സ് നോ പറയുമ്പോഴും ഞങ്ങൾ കൂടെ നിൽക്കും. നിങ്ങൾ പറയുന്ന കൽപ്പനകൾ ഈസിയായി അനുസരിക്കാൻ പറ്റുന്നതാണെങ്കിലും ഞങ്ങൾ കൂടെ നിൽക്കും. അങ്ങേയറ്റം മനസ്സിനെ പാകപ്പെടുത്തിയൊക്കെ അനുസരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അപ്പോഴും ഞങ്ങൾ കൂടെ നിൽക്കും എന്നതിനർത്ഥം. ഞങ്ങളുടെ കാര്യമല്ല നോക്കുക, ദീനിന്റെ കാര്യമാണ് ഒന്നാം സ്ഥാനം നിർത്തുക. ഞങ്ങളുടെ കൈകാര്യകർത്താക്കൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ ഉലുല്ലംബർ, ആ ഉലുല്ലംബറിനോട് ഞങ്ങൾ തർക്കിച്ച് പിണങ്ങി ഇറങ്ങിപ്പോകില്ല. ആ ഉലുല്ലംബറിനോട് ഞങ്ങൾ മുനാസറത്ത് നടത്തില്ല. ഇല്ല അൻ തറൗ കുഫ്റൻ ബവാഹ, വളരെ വ്യക്തമായ കുഫർ അവരിൽ നിന്ന് കണ്ടാലല്ലാതെ. കുഫർ, ആ കുഫർ ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതല്ല. പിന്നെയോ ഇന്നകും മിനല്ലാഹി ഫീഹി ബുർഹാൻ, അല്ലാഹുവിന്റെ കിതാബിൽ കൃത്യമായി കുഫറാണെന്ന് രേഖപ്പെടുത്തിയ കുഫർ അവരിൽ നിന്നുണ്ടാവാത്ത കാലത്തോളം ഞങ്ങൾ തർക്കിച്ചിറങ്ങിപ്പോരുകയില്ല. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുവിന്റെ പ്രവാചകരോട് ഞങ്ങൾ കൊടുത്ത കരാറുകൾ എന്ന് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു ഇവരെ ഓർമ്മപ്പെടുത്തി. ഇതൊക്കെ ചില നിലപാടിന്റെ പേര്. ഇതൊക്കെയാണ് ഉമ്മത്തുൻ വസത്ത് എന്ന് പറയുന്നത്. ഉമ്മത്തുൻ വസത്ത്,
രക്തം തിളക്കുമ്പോ അവരവൻ തന്നെ ശാന്തരാക്കുന്ന വല്ലാത്തൊരു ഉമ്മത്ത്. ആ ഉമ്മത്തിന്റെ അനുയായികളായി ഉമ്മത്തിനോടൊപ്പം നിൽക്കുവാൻ വളരെ പ്രയാസമുണ്ട്. ആ പ്രയാസം സഹിച്ചുകൊണ്ട് തന്നെ റൂസറുണ്ട്. ആ റൂസറിലും ഈ ഇത്തരത്തിലുള്ള നിലപാടിനോടൊപ്പം നിൽക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ ദീൻ നന്നായി പഠിക്കുകയും ദീൻ നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുകയും ഒരു ഉത്തമ സമൂഹത്തിന്റെ, ഒരു മധ്യമ സമൂഹത്തിന്റെ ഗുണഗണങ്ങളൊക്കെ പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് ഒരു വൃത്തിയുള്ള ജീവിതം നയിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഒന്നും കൂടി ഉണർത്തുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ലൻ യൻജി അഹദൻ മിൻകും അമലുഹു. ഈ ഹദീസ് ഞാൻ നേരത്തെ ഇവിടെ ഉദ്ധരിച്ചതാണ്. ഒന്നുകൂടെ, ഒരു കാരണവശാലും നിങ്ങളുടെ അമലുകൾ കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഈ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് വലാന്ത യാ റസൂലല്ലാഹ്, പ്രവാചകരെ നിങ്ങളോ അങ്ങനെ തന്നെയാണോ? വലാൻ, ഞാനും അങ്ങനെ തന്നെ, രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. എന്റെയും നിങ്ങളുടെയും കാര്യം ഒരുപോലെയാണ്. പരലോകത്ത് നിങ്ങൾ ചെയ്യുന്ന നമസ്കാരങ്ങളും നോമ്പും ഹജ്ജും ഉംറയും സകാത്തും സദഖയും എല്ലാം കൂടെ കൊണ്ട് അവിടെ ചെല്ലും. അതുകൊണ്ട് നിങ്ങൾ പരലോകത്ത് രക്ഷപ്പെടൂല, ഞാൻ രക്ഷപ്പെടൂല. ഇല്ലാ അൻ യതഅമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ പൊതിഞ്ഞെങ്കിലല്ലാതെ. പടച്ചതമ്പുരാന്റെ കാരുണ്യമാണ് എന്തിനേക്കാളും വലുത് എന്നൊരു വിചാരം ഉണ്ടാവണം. അള്ളാഹുവിന്റെ കാരുണ്യം ആർക്കൊക്കെയാണ് കിട്ടുക എന്നും അറിയണം. അത് നിങ്ങൾ ചെയ്യേണ്ടത് സദ്ദിദു വഖാരിബു വഅദൂ വറൂഹു വശൈഉൻ മിനദ്ദുൽജ വൽഖസ്ദ് അൽഖസ്ദ തബ്ലൂ. പ്രവാചകന്റെ വാക്കുകളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ കർമ്മങ്ങൾ നന്നായി ചെയ്യണം. അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിന്റെ യാമങ്ങളിലും ആരാധനകളിൽ മുഴുകണം. നിങ്ങൾ കാര്യങ്ങളിൽ മിതത്വം പാലിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, പിൻപറ്റുന്നവരും പിരിഞ്ഞു പോകുന്നവരും, കൂടെ നിൽക്കുന്നവരും ഇറങ്ങിപ്പോകുന്നവരും. ഇതിൽ കൂടെ നിൽക്കുന്നവരെക്കാൾ ഏറെ ഇറങ്ങിപ്പോകുന്നവരും പിൻപറ്റുന്നവരെക്കാൾ പിരിഞ്ഞു പോകുന്നവരും ഉണ്ടാകാൻ എന്താണ് കാരണം? പലപ്പോഴും അങ്ങനെ, അല്ലെങ്കിൽ പിരിഞ്ഞു പോയ ചില ആളുകൾക്ക് വീണ്ടും ഒന്നിച്ചു നിൽക്കാനും ഒപ്പം നിൽക്കുവാനും പിന്നീട് നല്ലൊരു മാനസികമായ സുഖത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാനും അവസരം വരുമ്പോൾ അതിന് സാധിക്കാതെ പോകാൻ എന്താണ്